ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇഫ്താർ സ്നാക്കായിട്ട് ഉപയോഗിക്കാം. 4 മണി ചായക്കൊപ്പവും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം എന്താ പറയുക, ബട്ടറോ നെയ്യോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ എടുക്കണം കേട്ടോ. പഴം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടി ഇതേപോലെ നന്നായിട്ട് കുഴഞ്ഞു വരുന്ന രീതിയിലൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇതേപോലെ ഒരു കയ്യിലോ അല്ലെങ്കിൽ സ്പാച്ചിലോ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഈത്തപ്പഴമാണ്. ഒരു 15 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പഴത്തിലേക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈത്തപ്പഴം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നന്നായിട്ടത് സോഫ്റ്റായി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 6-7 കാഷ്നട്ട് ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും ഒരു കറക്റ്റ് അളവില്ല. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചൊക്കെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ഫ്രഷായിട്ട് ചെറുകിയിട്ടുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തേങ്ങയാണെങ്കിൽ ഒന്ന് പുറത്ത് വെച്ച് തണുപ്പ് മാറ്റിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയൊന്നും മൂത്ത് അങ്ങനെ ചുവന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ചേരുവ കൂടെ ചേർത്ത് കൊടുക്കാണ്ട് ഫ്ലേവറിനായിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. കണ്ടോ, ഇതേപോലെ നന്നായിട്ടൊന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇതൊരു ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ചൂട് പോയിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഞാൻ കുഴച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ ഇതേപോലെ ഒന്ന് കുറച്ച് ലൂസായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് സമൂസയുടെ ഓലയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും സമൂസയുടെ ഓല ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. പിന്നെ ഹെൽത്തി ആണല്ലോ, ഈത്തപ്പഴവും തേങ്ങയും പഴവും ഒക്കെ അല്ലേ. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള കുറച്ച് എടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ടെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ അറ്റഭാഗം നമുക്ക് ഇതേപോലെ മൈദ ഒട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. മൈദ ഒരുപാട് കട്ടിയിലൊന്നും കലക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സമൂസയ്ക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പേസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ ആക്കണ്ട, കുറച്ച് ലൂസാക്കിയാൽ മതി. എന്നിട്ട് ഇത് ഒന്ന് ടൈറ്റായിട്ട് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന എന്നാൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്ക് നല്ല വലിയവർക്ക് ഒരുപാട് ഇഷ്ടമാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് മുങ്ങിപ്പൊരിക്കുന്ന രീതിയിൽ പൊരിക്കണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മൈദയിലൊന്ന് മുക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിത് ബ്രെഡ് ക്രംസിലൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മൈദ ഒന്ന് ഡിപ്പ് ചെയ്ത ഭാഗം മാത്രം ഒന്ന് ഇതേപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇത് കാണാനൊരു ഭംഗിയായിരിക്കും. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഭംഗിയുള്ളൊരു സ്നാക്ക് കാണുമ്പോൾ കഴിക്കാനും ഇഷ്ടം തോന്നും. അപ്പോൾ ഇതേപോലെ ഞാൻ മുഴുവനോടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്കൊരു 7 സ്നാക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഇതേപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 2 വീതമാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. 2 അറ്റത്തും ബ്രെഡ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ബ്രെഡിൻ്റെ പൊടി ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 2 ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ നിങ്ങളിത് നോമ്പിനാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒരുപാട് സ്നാക്കുകളൊക്കെ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് റെഡിയാക്കി നോക്കുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്.
അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെഡിയാക്കി നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.